ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഒരു ചൈനീസ് ആമ്പാണ്. ചൈനീസ് ആമ്പെന്ന് ഉദ്ദേശിക്കുന്നത് അക്യുഫേസ് A60 എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആംപ്ലിഫയറിൻ്റെ ക്ലോൺ ബോർഡുകളാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോർഡ് വാങ്ങിയത് eBay.in ചൈനയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്, ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഞാൻ ഗ്രൂപ്പിനകത്ത് ഇതിൻ്റെയൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ അവൈലബിൾ ആണ്. DIY ഓഡിയോ ക്രാഫ്റ്റ് എന്ന് പറയുന്ന സൈറ്റിനകത്ത് നമുക്ക് ഈ ബോർഡ് വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. ഒരു 4000 രൂപയ്ക്കകത്ത് ഒരു ബോർഡിന് വിലയുണ്ട്. 2 ബോർഡിന് ഏകദേശം 8000 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പവർ ആമ്പ് മാത്രമായിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ മുകൾ വശം ഈ ഒരു രീതിയിലാണ്, ഈ കാണുന്ന രീതിയിലാണ് വരുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ എയർ വെൻറ്റുകൾ സൈഡിലും ബാക്കിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്യാൻ വന്ന നമ്മുടെ അരുൺ മാധവൻ ചേട്ടനാണ്. ആ ചേട്ടൻ ഒരു എഞ്ചിനീയറാണ്. പുള്ളിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിൻ്റെ ഡിസൈൻ ഞാൻ തന്നെയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ക്യാബിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അരുൺ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അരുൺ ചേട്ടൻ എനിക്കത് 3D ആയിട്ട് വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് 3D നമ്മൾ കൊടുത്തിട്ടാണ് ഈ ഒരു ക്യാബിനറ്റ് പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു ക്യാബിനറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇതിനെക്കുറിച്ചിട്ട് ഈ ആംപ്ലിഫയർ നല്ലതാണോ, ഈ ചെയ്ത ഡിസൈനൊക്കെ നല്ലതാണോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പ് കവറൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ ബോർഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളതിനകത്ത് ട്രാൻസ്ഫോമർ സെൻട്രലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ 2 ബോർഡും കൊടുത്തിട്ടുണ്ട്. അത് റൈറ്റ് വരുന്നത് റൈറ്റ് ചാനലും ലെഫ്റ്റ് വരുന്നത് ലെഫ്റ്റ് ചാനലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്നത് പവർ സപ്ലൈ. ഈ ഒരു പവർ സപ്ലൈ ഇതിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ ആണ്. പിന്നെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കാണുന്നത് ഈ കാണുന്നത് നമ്മുടെ 12 വോൾട്ട് റെഗുലേറ്റ് ചെയ്യുന്നൊരു പവർ സപ്ലൈ ആണത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് 12 ഒരു AC ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. അതിനെ എടുത്തിട്ട് നമ്മൾ DC ആക്കിയിട്ട് അതിന് 12 വോൾട്ടിലോട്ട് സിംഗിൾ സപ്ലൈ 12 വോൾട്ടിലോട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു സർക്യൂട്ട് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് 35 12 ആംപിയറും 4 ആംപിയറും ഉള്ള ഒരു ടൊറോഡൽ ട്രാൻസ്ഫോമറാണ്. ഇത് ഇമാക്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഇമാക്സിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് കാണുന്നതിന് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ കാണുന്ന ബോർഡാണ് നമ്മുടെ ചൈനീസ് ആമ്പെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് അക്യുഫേസ് A60 എന്ന് പറയുന്ന ബോർഡിൻ്റെ ക്ലോണാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി കിട്ടുന്ന നല്ലൊരു ബോർഡ് തന്നെയാണ്. നമുക്കിത് ക്ലാസ് A ആയിട്ടും ക്ലാസ് AB ആയിട്ടും ബയാസ് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നൊരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ആ വീഡിയോയും പൂർണ്ണമായിട്ടും കാണാവുന്നതാണ്. കൂടാതെ തന്നെ ഈ കാണുന്ന ഒരു നീല കളറിൽ ലൈറ്റ് കത്തുന്ന ആ ഒരു സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ NE555 ഒരു സർക്യൂട്ടാണ്, ഒരു ഡിലേ സർക്യൂട്ടാണ്. അത് എന്തിനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആ പുറകിലായിട്ട് കാണുന്ന ആ ഒരു 2 പോർട്ടുകൾ, ഈ കാണുന്ന 2 പോർട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ MXൻ്റെ 3.5mm ജാക്കുകളാണ്. അതിനകത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ AVRൽ നിന്ന് വരുന്ന ട്രിഗർ, അതായത് 12 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു NE555 ഒരു ഡിലേ സർക്യൂട്ട് ഓൺ ആക്കുകയും ആ ട്രിഗർ വഴി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പവർ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു 3.5mm 2 ജാക്ക് ഇവിടെ പോർട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്ന് ഇൻപുട്ടും ഒന്ന് ഔട്ട്പുട്ടാണ്. ഒന്നിൽ കൂടെ 12 വോൾട്ട് ഔട്ട്പുട്ടും നമുക്ക് വരും എന്നുള്ളതാണ്. ആ ഒരു ട്രിഗർ വെച്ചിട്ട് നമുക്ക് വേറെ ഒരു ആംപ്ലിഫയറിന് അല്ലെങ്കിൽ വേറൊരു ഡിവൈസിനെ നമുക്ക് ഓൺ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ 2 പോർട്ടുകൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ബ്രാൻഡ് നെയിമൊന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അരുൺ ചേട്ടൻ ഈ പറയുന്ന 4-5 ദിവസത്തിനകത്ത് തിരിച്ച് പോകുന്നുണ്ട്. പുള്ളി ജോലിയുടെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തിരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഞാൻ ഈ ഒരു വർക്ക് ചേട്ടനെ കാണിച്ചിട്ട് ചേട്ടൻ വർക്ക് ചെയ്യിപ്പിച്ചൊന്ന് നോക്കിയതിന് ശേഷം ചേട്ടൻ ഈ ആംപ്ലിഫയർ തിരിച്ച് കൊണ്ടുവരുന്നതാണ്. അതിന് ശേഷം നമ്മൾ ഇവിടെ ബ്രാൻഡ് നെയിമും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കിത് എത്രയും പെട്ടെന്ന് ആ ചേട്ടന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചപ്പോൾ ഇത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഫുൾ വർക്കിൻ്റെ ഒരു കേസ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ വയറിങ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനോലെക്സിൻ്റെ
നല്ല കോപ്പർ ഉള്ള വയറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടായിട്ട് എടുത്തിരിക്കുന്ന വയറും ഈ പറഞ്ഞതുപോലെ തന്നെ ഫിനോലെക്സിൻ്റെ സ്പീക്കർ 1.5 mm വയറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ബനാന സോക്കറ്റ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ബനാന സോക്കറ്റിലേക്ക് ലെഗ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ വയറുകളും കണക്ട് ചെയ്തിട്ടുള്ളത്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ക്വാളിറ്റി ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്, അതായത് ഇത് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു രീതിയിലുള്ള ഒരു വയറിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതാണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുക. അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റ് സിങ്ക് N59 എന്ന് പറയുന്നൊരു ഹീറ്റ് സിങ്കാണ്. ഏകദേശം 1.5 കിലോ വെയിറ്റ് ഒരു ഹീറ്റ് സിങ്കിന് വരുന്നുണ്ട്. അപ്പോൾ 2 ഹീറ്റ് സിങ്കിന് ഏകദേശം ഒരു 3 കിലോയോളം വെയിറ്റ് വരുന്നുണ്ട്. ഈ ഒരു ആംപ്ലിഫയറിന് ഏകദേശം നല്ല ഒരു വെയിറ്റ് വരുന്നുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10 കിലോയ്ക്ക് അകത്ത് വെയിറ്റ് ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. ലെഫ്റ്റ് റൈറ്റ് ചാനൽ മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ പുറകു വശം. ഈ കാണുന്നതിൻ്റെ പുറകു വശമാണ്. ഇവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻപുട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ഇൻപുട്ടിൻ്റെ അതേപോലെ തന്നെ റൈറ്റ് ഔട്ട്പുട്ട് ഇവിടെ വരുന്നുണ്ട്, ലെഫ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കാണുന്ന 2 ഫാന്, ഇവിടെ 2 കൂളിംഗ് ഫാന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അത്ര വലുതുമല്ല അത്ര ചെറുതുമല്ലാത്തൊരു 3 ഇഞ്ചല്ല 2.5 ഇഞ്ചിൻ്റെ 2 സൈലൻ്റ് ആയിട്ടുള്ള ഫാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്ര വലിയ നോയ്സൊന്നും ഇത് വരാത്ത രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഈ കാണുന്ന സോക്കറ്റൊക്കെ ചൈനയിൽ നിന്ന് തന്നെ ചേട്ടൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഈ ഇത് MXൻ്റെ RC സോക്കറ്റ്സ് ആണ് ഈ കാണുന്ന. ഈ RC സോക്കറ്റ്സിന് അത്യാവശ്യം വിലയുണ്ട്, ഒരു 480 രൂപയോളം വില വരുന്നത്, പ്ലസ് GST കൂടെ വരുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ 3 പിൻ സോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത് പവറിന് വേണ്ടിയിട്ട്. അതിന് ഒരു ഫ്യൂസും കൂടെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ച് ജസ്റ്റ് ഒന്ന് പവർ അപ്പ്, അതായത് നമ്മളെ AVR ഉപയോഗിക്കാത്ത അവസ്ഥയിൽ നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്യാം. ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്യുമ്പോൾ ഈ ആംപ്ലിഫയർ ഓൺ ആവുന്നതാണ്. ഇതിന് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന ഒരു വാട്ട്സ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 250 വാട്ട്സ് പെർ ചാനലാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇത് ബയാസ് ചെയ്ത് നിർത്തിക്കുന്നത് നമുക്ക് ഒരു 20 മില്ലി വോൾട്ടിലോട്ടാണ്. കാര്യം അതിൽ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആംബ് ഹീറ്റ് ആവും. അപ്പോൾ നമുക്ക് 250 വാട്ട് എടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ നിലവിൽ ഇത് ബയാസ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിനകത്തൊരു നല്ലൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ കൂടാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഈ പ്രൊട്ടക്ഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനും കൂടെ ഈ ഒരു ബോർഡിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് നല്ല കമ്പോണൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നല്ലൊരു വിലയും വരുന്നുണ്ട്. ഒരു 4000 രൂപയാണ് ഇതിനകത്ത് വരുന്നൊരു ഈ ഒരു ബോർഡിന് വരുന്ന പ്രൈസ് ഒരു 4000 രൂപയ്ക്കകത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൽ ഒരു ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള ഓഡിയോ ആണെന്ന് എനിക്കറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. കൂടെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്പീക്കർ ഹൈക്യൂ ഇൻ്റർനാഷണൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിലിപ്സിൻ്റെ ഹൈക്യൂ ഇൻ്റർനാഷണൽ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. दिल खिले और जीने को क्या चाहिए, तुम मिले दिल खिले और जीने को क्या चाहिए. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും തന്നെയാണ് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആംപ്ലിഫയർ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സ്റ്റീരിയോ ആംപ്ലിഫയറുകൾ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ സ്റ്റീരിയോ പ്രീ ആമ്പുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആംപ്ലിഫയറുകളോ സ്റ്റീരിയോ പ്രീ ആമ്പുകളോ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്നെ വിളിക്കാം, കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഡിസൈൻ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അക്രിലിക് പാനൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല നിലവിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ ചെയ്യുന്നതിന് വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു നിർമ്മാണ ചിലവ് ഒരു 23,000 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്നെ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.